ഹലോ സ്റ്റുഡൻസ്, കേരള യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്റർ ഡിഗ്രി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ലാംഗ്വേജ് സ്കിൽസ് എന്ന ടെക്സ്റ്റിൽ നിന്നുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഫസ്റ്റ് മോഡിൽ ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിച്ചു. അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് സ്കിൽ, അതായത് ലിസണിങ് സ്കിൽ, അത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇന്ന് ചെയ്യുന്നത് മൂന്നാമത്തെ മോഡുകളാണ്, അതായത് രണ്ടാമത്തെ സ്കിൽ. കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ടുള്ള രണ്ടാമത്തെ സ്കില്ലാണ് സ്പീക്കിംഗ് സ്കിൽ. ഓക്കെ, അതാണ് മൂന്നാമത്തെ മോഡ്യൂളിൽ പറയുന്നത്. നോക്കാം. Module 3, Speaking. Speech is a vital component in any act of communication. It is an active element and often uses verbal and non-verbal skills to make it effective and meaningful. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ്, ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് സ്പീച്ച് എന്നത്. അത് വളരെ ആക്റ്റീവായൊരു പ്രോസസ്സാണ്. സ്പീക്കിംഗ് എന്നത് വളരെ ആക്റ്റീവായൊരു സ്കില്ലാണ്. ഈ ഒരു സ്കില്ലിന് വേർബൽ ആൻഡ് നോൺ വേർബൽ സ്കിൽസ് ആവശ്യമായിട്ടുണ്ട്. അതായത് സ്പീക്കിംഗ് സ്കിൽ എഫക്റ്റീവ് ആകണമെങ്കിലും മീനിങ്ഫുൾ ആകണമെങ്കിലും അതിനകത്ത് വേർബൽ സിഗ്നൽസും, അതായത് വേർബൽ ക്യൂസും അതുപോലെ തന്നെ നോൺ വേർബൽ ക്യൂസും അത്യാവശ്യമാണ്. സ്പീക്കിംഗ് സ്കിൽസ് അലൗസ് എ പേഴ്സൺ ടു കൺവേ മെസ്സേജസ് ഇൻ എ തോട്ട്ഫുൾ ആൻഡ് കൺവിൻസിങ് മാനർ. മറ്റുള്ളവരോട് കൺവേ ചെയ്യാനുള്ള മെസ്സേജസ് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട്, വളരെ തോട്ട്ഫുള്ളായിട്ട് നമുക്ക് അവരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സ്പീക്കിംഗ് സ്കിൽ ആവശ്യമാണ്. വൈൽ സ്പീക്കിംഗ് ഇൻ എ വൺ ടു വൺ കോൺവെർസേഷൻ ഓർ ടു എ ഗ്രൂപ്പ്, വോളിയം, ക്ലാരിറ്റി ആൻഡ് വെറൈറ്റി ത്രൂ ചേഞ്ച് ഇൻ പേസ്, വോളിയം, പിച്ച്, ഇൻഫ്ലക്ഷൻ, എംഫസിസ് ആൻഡ് പോസസ് ആർ ടു ബി ടേക്കൺ കെയർ ഓഫ്. നമ്മൾ കോൺവെർസേഷൻ നടത്തുന്ന സമയത്ത്, അത് സ്പീക്കിംഗ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് അതൊരു വൺ ടു വൺ കോൺവെർസേഷൻ ആകാം, അതായത് രണ്ടുപേർ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആകാം, അല്ലെങ്കിൽ ടു എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിനോടായിരിക്കാം. അങ്ങനെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് വോളിയം, ക്ലാരിറ്റി മുതലായ കാര്യങ്ങളാണ്. അതായത് രണ്ടുപേർ തമ്മിൽ സംസാരിക്കുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ളൊരു വോളിയം, അതായത് തീരെ നമ്മൾ ഉറക്കെ സംസാരിക്കേണ്ട ആവശ്യമില്ല. അടുത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ അയാൾ കേൾക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ മതിയാകും. എന്നാലൊരു ഗ്രൂപ്പാണെങ്കിൽ, നല്ലൊരു ഓഡിയൻസ് ഉണ്ടെങ്കിൽ അത്രയും ആൾക്കാർക്ക് കേൾക്കുന്ന രീതിയിലുള്ള വോളിയം ആവശ്യമാണ്. മാത്രമല്ല ക്ലാരിറ്റി, അത് ഒരു കോൺവെർസേഷനായാലും, ഒരു വൺ ടു വൺ കോൺവെർസേഷനായാലും ഒരു ഗ്രൂപ്പിനോടായാലും വളരെ ക്ലാരിറ്റിയോടുകൂടെ സംസാരിക്കണം. മാത്രമല്ല നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തിൽ ചെറിയ പേസ്, അതുപോലെ പിച്ച്, ഇൻഫ്ലക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ സംസാരത്തിൽ പേസ് അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ്നെസ്, സ്പീഡ്, അതൊരു മോഡറേറ്റ് സ്പീഡ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വോളിയം, പിന്നെ പിച്ച് ആൻഡ് ഇൻഫ്ലക്ഷൻ. പിച്ച് എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കി. അപ്പോൾ പിച്ചിൻ്റെ വേരിയേഷൻസ് അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജിനകത്ത് വരുന്ന അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. അതായത് ലാംഗ്വേജിനകത്ത് വരുന്ന ചെറിയ പിച്ചിലും ഇൻറ്റോനേഷനിലേക്ക് വരുന്ന ചേഞ്ചുകളെയാണ് നമ്മൾ ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിച്ച് ആൻഡ് ടോൺ പാറ്റേൺസ് ഇൻ എ ലാംഗ്വേജ് ഈസ് കോൾഡ് ഇൻഫ്ലക്ഷൻ. അപ്പോൾ അതിലൊക്കെ വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വൺ മസ്റ്റ് സ്പീക്ക് അറ്റ് എ മോഡറേറ്റ് പേസ്, വേരിയിങ് ഇറ്റ് ടു സ്യൂട്ട് ദ പർപ്പസ് എന്താണോ നമ്മൾ സംസാരിക്കുമ്പോൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ പർപ്പസ് എന്താണോ അതിനനുസരിച്ചുള്ളൊരു സ്പീഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. സംസാരിക്കും ഒരു മോഡറേറ്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക. തീരെ സ്പീഡ് കൂടാനും പാടില്ല, വളരെ മൊണോട്ടണസ് ആയ രീതിയിൽ ലാഗ് ചെയ്ത് പോകുന്ന രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷനും ആകരുത്. വോളിയം ഷുഡ് സ്യൂട്ട് ദ എൻവയോൺമെൻറ്റ് ആൻഡ് ദ സൈസ് ഓഫ് ദ ഓഡിയൻസ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വോളിയം, സൗണ്ട്, അത് എൻവയോൺമെൻറ്റിന് ചേരുന്ന രീതിയിലായിരിക്കണം. അല്ലെങ്കിൽ ഒരു വലിയ ഓഡിയൻസ് ആണെങ്കിൽ അവർക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. പിച്ച് ആൻഡ് ഇൻഫ്ലക്ഷൻ ഹാവ് ടു ബി ടേക്കൺ കെയർ ഓഫ്. വെൻ സ്പീക്കിംഗ് ടു എ ഗ്രൂപ്പ്, one has to pass out the information through modulating the vocal tone. One must learn to emphasize phrases and words to capture and retain the attention of the listeners. പ്രത്യേകിച്ചും ഒരു ഗ്രൂപ്പിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വോക്കൽ ടോണിൽ നല്ല മോഡുലേഷൻസ് വരുത്തുക. അതായത് അവരുടെ അറ്റൻഷൻ റീറ്റെയിൻ ചെയ്യാനായിട്ട് വേണ്ടി എന്ത് ചെയ്യുക, നമ്മൾ ചില വേർഡ്സുകളും ഫ്രേസസും വളരെ ക്യാപ്ചർ ചെയ്യുന്ന രീതിയിൽ കുറച്ച് എംഫസിസ് കൊടുത്ത് സംസാരിക്കുക. അതായത് ഓഡിയൻസിനെ ഒന്ന് അറ്റൻറ്റീവായിട്ട് ഇരുത്താനായിട്ട്. സ്പീക്കിംഗ് ക്യാൻ ബി ഇൻ എൻ ഇൻ്ററാക്റ്റീവ്, പാർഷ്യലി ഇൻ്ററാക്റ്റീവ് ഓർ നോൺ ഇൻ്ററാക്റ്റീവ് ഫോം. സ്പീക്കിംഗ് 3 രീതിയിൽ വരാം. അത് ഇൻ്ററാക്റ്റീവ് ഫോമായിരിക്കും, പാർഷ്യലി ഇൻ്ററാക്റ്റീവ് ആകാം, അല്ലെങ്കിൽ നോൺ ഇൻ്ററാക്റ്റീവ് ഫോമിലായിരിക്കാം. ഇൻ കോൺവെർസേഷൻസ്, സ്പീക്കിംഗ് ഈസ് ഇൻ്ററാക്റ്റീവ്.
where feedback and communication happens between the participants. ഒരു കോൺവെർസേഷൻ നടക്കുന്നത് ഇൻ്ററാക്റ്റീവ് ഫോമിലാണ്. അതായത് അതിനകത്ത് ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് ആ പാർട്ടിസിപ്പൻസ് തമ്മിലൊരു ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്. ഒരാൾ സംസാരിക്കുന്നു, തിരിച്ചൊരു ഫീഡ്ബാക്ക് റിസീവർ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇൻറ്ററാക്ഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. ഈ ടൈപ്പിനാണ് ഇൻ്ററാക്റ്റീവ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. കൂടുതലും കോൺവെർസേഷനകത്ത് ഇൻറ്ററാക്ഷൻസ് നടക്കുന്നുണ്ട്. അത് നമുക്ക് ഇൻ്ററാക്റ്റീവ് ടൈപ്പ് എന്ന് പറയാം. പബ്ലിക് സ്പീച്ച് ആൻഡ് ഡിബേറ്റ്സ് ക്യാൻ ഓഫൺ ബി പാർഷ്യലി ഇൻറ്ററാക്റ്റീവ് വയർ ദ സ്പീക്കർ ഹാസ് ലിമിറ്റഡ് ഇൻറ്ററാക്ഷൻ വിത്ത് ദ ലിസണേഴ്സ്. പാർഷ്യലി ഇൻറ്ററാക്റ്റീവ് എന്ന് പറയുന്നത് അതിനകത്ത് എക്സാമ്പിൾ പറയുന്നത് പബ്ലിക് സ്പീച്ചും ഡിബേറ്റ്സും ആണ്. അപ്പോൾ അതിനകത്ത് നമ്മളൊരു കോൺവെർസേഷൻ നടത്തുന്നത് പോലെ എപ്പോഴും ഇൻറ്ററാക്ഷൻസ് ഉണ്ടാകില്ല. വളരെ മിതമായ രീതിയിൽ മാത്രമായിരിക്കും ഒരു പാർഷ്യൽ ഇൻറ്ററാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. നെക്സ്റ്റ്, ഇൻഫർമേഷൻ റിസീവ് ത്രൂ ടെലിവിഷൻ ആൻഡ് സിമിലർ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ റിമെയിൻസ് ലാർജ്ലി നോൺ ഇൻറ്ററാക്റ്റീവ്. മൂന്നാമത്തെ ഫോമാണ് നോൺ ഇൻറ്ററാക്റ്റീവ് സ്പീക്കിംഗ്. അതിന് എക്സാമ്പിൾസാണ് ടെലിവിഷൻ, അതുപോലെയുള്ള ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വഴി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. അതിനകത്ത് ഒരു സൈഡിൽ നിന്ന് മാത്രമേ നമുക്ക് ഇൻഫർമേഷൻ വരുന്നുള്ളൂ, തിരിച്ച് ഫീഡ്ബാക്ക് അങ്ങോട്ടേക്ക് പോകുന്നില്ല, എത്തുന്നില്ല. ഓക്കെ, ഇതാണ് 3 ടൈപ്പ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്പീക്കിംഗ് ഇൻറ്ററാക്റ്റീവ് ആയിരിക്കാം, പാർഷ്യലി ഇൻറ്ററാക്റ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ ഇൻറ്ററാക്റ്റീവ് ആയിരിക്കാം. നെക്സ്റ്റ്, സ്പീക്കിംഗ് സ്കിൽസ് ക്യാൻ ബി ഡെവലപ്പ് ത്രൂ ഒബ്സർവേഷൻ ആൻഡ് കെയർഫുൾ പ്രാക്ടീസ്. നമുക്ക് സ്പീക്കിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒബ്സർവേഷനാണ്. നല്ലതുപോലെ നമ്മൾ ഒബ്സർവ് ചെയ്യുക, ദെൻ അത് പ്രാക്ടീസ് ചെയ്യുക, വളരെ കെയർഫുള്ളായിട്ട് പ്രാക്ടീസ് ചെയ്യുക. സം ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോംസ് that require excellent speaking skills are public speaking, telephone conversations, podcasting and anchoring. കമ്മ്യൂണിക്കേഷനകത്ത് നമുക്ക് ഈ സ്പീക്കിംഗ് സ്കിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് ആവശ്യമുള്ള 4 പ്ലാറ്റ്ഫോംസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി പറയുന്നത് ഈ ഒരു മോഡ്യൂളിനകത്തിന് വരുന്ന എല്ലാ ഭാഗവും ഇതിനെ റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. അതായത് സ്പീക്കിംഗ് സ്കിൽ ആവശ്യമായിട്ടുള്ള 4 കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോംസ്. ഒന്നാമത്തേത് പബ്ലിക് സ്പീക്കിംഗ്, 2 ടെലിഫോൺ കോൺവെർസേഷൻസ്, ദെൻ പോഡ്കാസ്റ്റിംഗ്, ദെൻ ആങ്കറിങ്. ഇത് 4ഉമാണ് സ്പീക്കിംഗ് സ്കിൽ ആവശ്യമായിട്ട് വരുന്ന 4 കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോംസ്. ഇത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടോ അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ നമുക്കിതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പബ്ലിക് സ്പീക്കിംഗ്. സ്പീക്കിംഗ് സ്കിൽ ഒരുപാട് ആവശ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമിൽ ആദ്യത്തേതാണ് പബ്ലിക് സ്പീക്കിംഗ്. എന്താണെന്ന് നോക്കാം. പബ്ലിക് സ്പീക്കിംഗ് ഈസ് എ സ്കിൽ വൺ ക്യാൻ ലേൺ ത്രൂ പ്രാക്ടീസ്. എ ഗുഡ് സ്പീക്കർ ഈസ് ഓൾസോ എ ഗുഡ് ലിസണർ. ടു മാസ്റ്റർ ദ സ്കിൽ വൺ ക്യാൻ ഡു ദ ഫോളോയിങ് എക്സസൈസസ്. പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് ആ ഒരു സ്കിൽ നമുക്ക് അക്വയർ ചെയ്യണമെങ്കിൽ, അത് നേടിയെടുക്കണമെങ്കിൽ അത് ഒരുപാട് നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ. മാത്രമല്ല, ഒരു നല്ല സ്പീക്കർ എന്ന് പറയുന്നത് ഹി വിൽ ബി എ ഗുഡ് ലിസണർ. ഒരുപാട് കേട്ട് മനസ്സിലാക്കുന്ന ഒരാളിന് മാത്രമേ ഒരു നല്ല സ്പീക്കർ ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഈ ഒരു സ്കിൽ നമുക്ക് വേണമെങ്കിൽ, മാസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ താഴെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് പ്രാക്ടീസ് യൂസിങ് ടങ് ട്വിസ്റ്റർ. എക്സാമ്പിൾ, ഷീ സെൽസ് സീഷെൽസ് ഓൺ ദ സീഷോർ. അപ്പോൾ ഈ എക്സാമ്പിളിൽ കേട്ടതുപോലെയുള്ള ടങ് ട്വിസ്റ്റർ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ ടങ് ട്വിസ്റ്റേറ്റ് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ആ ഒരു ഫ്ലുവൻസി, സംസാരിക്കാനുള്ളൊരു ഫ്ലുവൻസി കിട്ടും. നെക്സ്റ്റ്, പ്രാക്ടീസ് ഇൻറ്റൊനേഷൻ പാറ്റേൺസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റൈസിങ് ഇൻറ്റൊനേഷൻ, ഫോളിങ് ഇൻറ്റൊനേഷൻ, ഫോൾ റൈസ് ഇൻറ്റൊനേഷനൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ രീതിയിലുള്ള സെൻറ്റൻസുകൾ വരുന്ന ഇൻറ്റൊനേഷൻ പാറ്റേൺസ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ദെൻ ഡെവലപ്പ് എ വർക്കിംഗ് വൊക്കാബുലറി, അപ്ഡേറ്റിംഗ് ഇറ്റ് റെഗുലർലി. വളരെ ആക്റ്റീവായൊരു വൊക്കാബുലറി നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ വൊക്കാബുലറി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, റെഗുലറായിട്ട് നമ്മുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ദെൻ മേക്ക് ഐ കോണ്ടാക്ട്, അഡോപ്റ്റ് പോസിറ്റീവ് ജെസ്റ്റേഴ്സ് ആൻഡ് പോസ്റ്റേഴ്സ്. മാത്രമല്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു സ്പീക്കറാണെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് ഐ കോണ്ടാക്ട് വ്യക്തമായിട്ട് കീപ്പ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ അയാളുടെ ജെസ്റ്റേഴ്സും പോസ്റ്റേഴ്സും വളരെ പോസിറ്റീവായിരിക്കണം. അയാളുടെ ഹെഡിൻ്റെ മൂവ്മെൻറ്റ്, ഹാൻഡ്സിൻ്റെ മൂവ്മെൻറ്റ്, അതുപോലെ നിൽക്കുന്ന പോസ്റ്റർ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു പോസ്റ്റർ, അതെല്ലാം വളരെ പോസിറ്റീവായിരിക്കണം. ആ ഒരു പോസിറ്റിവിറ്റി അയാളുടെ ബോഡിയിൽ നിന്ന് കണ്ടാൽ മാത്രമേ അത്രയും ആൾ കോൺഫിഡൻ്റ് ആണെന്നുള്ളത് മനസ്സിലാകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കത് ഈ ഒരു സ്കിൽ, ഒരു നല്ലൊരു സ്പീക്കർ ആകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
Some activities that will help you improve your non-verbal communication are. ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നമ്മുടെ ജസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സ് കാര്യങ്ങൾ ഇത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. നമ്പർ 1, ഫേസ് എ മിറർ ആൻഡ് ഡെലിവർ എ സ്പീച്ച്. ഒബ്സർവ് യുവർ ജസ്റ്റേഴ്സ്, ഇംപ്രൂവൈസ് ഇഫ് നീഡഡ്. അപ്പോൾ നമുക്ക് ഒരു സ്പീക്കറാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ലതുപോലെ ഈ ഒരു സ്പീക്കിംഗ് സ്കിൽ മാസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മുടെ ജസ്റ്റേഴ്സും പോസ്റ്റേഴ്സും നല്ലതായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ജസ്റ്റേഴ്സും നമ്മുടെ പോസ്റ്റേഴ്സും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു മിററിന് മുന്നിൽ നമ്മൾ ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യുക. അതിൻ്റെ ഒപ്പം നമ്മുടെ ജസ്റ്റേഴ്സ് നമ്മൾ ഒബ്സർവ് ചെയ്യുക. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ കൈകാൽ മൂവ്മെൻറ്റ്സ്, നമ്മുടെ ഹെഡിൻ്റെ മൂവ്മെൻറ്റ്, ഫേഷ്യൽ എക്സ്പ്രഷൻ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഇമ്പ്രൂവൈസേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുക. നമ്പർ 2, ബി അവെയർ ഓഫ് യുവർ ബിഹേവിയർ വൈൽ സ്പീക്കിംഗ് ടു അതേഴ്സ്. മാത്രമല്ല മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ബിഹേവിയറിനെ കുറിച്ച് നമ്മളൊന്ന് അവെയർ ആയിരിക്കുക. അതായത് ചില ആൾക്കാരെങ്കിലും പ്രത്യേകിച്ച് സ്റ്റേജിലോ അല്ലെങ്കിൽ ഒരു ഓഡിയൻസിനോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നെർവസ് ആകാറുണ്ട്. അപ്പോൾ അവരറിയാതെ തന്നെ പല കാര്യങ്ങളും ചെയ്യും. ഇപ്പോൾ കാലാട്ടിയിരിക്കുക അല്ലെങ്കിൽ തുണിയുടെ ഒരു സൈഡ് പിടിച്ചുരുട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇതൊന്നും ഒരുപക്ഷെ അവർ അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊരു മിറർ നോക്കി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊക്കെ നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലായിരിക്കും നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യും, അതൊക്കെ ഒന്ന് അവെയർഡനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളതിനെക്കുറിച്ചൊന്ന് അവെയറായിട്ടിരിക്കുക. നമ്പർ 3, if feeling tensed before a speech, take a few deep breaths before you face the audience. ഒരുപാട് ടെൻഷൻ തോന്നുകയാണെങ്കിൽ ഒരു സ്പീച്ചിന് മുന്നിലായിട്ട്, ഒരു ഓഡിയൻസിനെ ഫേസ് ചെയ്യാൻ പോകുന്നതിന് മുന്നിലായിട്ട് ഒരുപാട് ടെൻഷൻ തോന്നുകയാണെങ്കിൽ കുറച്ച് ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അതിനുശേഷം ഓഡിയൻസിനെ ഫേസ് ചെയ്യുക. അപ്പോൾ കുറച്ചൊക്കെ ടെൻഷൻ വരുന്നത് നല്ലതാണ്. നമുക്ക് വളരെ പോസിറ്റീവായിട്ട് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് അപ്പിയർ ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനും സാധിക്കും. എന്നാൽ ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ വളരെ പോസിറ്റീവ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ടെൻഷൻ തോന്നുകയാണെങ്കിൽ ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഓക്കെ. സ്പീക്കിംഗ് ക്യാൻ ഓൾസോ ഹാപ്പൻ ഇൻ വേരിയസ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം പറഞ്ഞു സ്പീക്കിംഗ് സ്കിൽ ആവശ്യമുള്ളത്. ഇനി പറയുന്നത് രണ്ടാമത്തെ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമാണ് ടെലഫോൺ കോൺവെർസേഷൻസ്. ഓക്കെ, രണ്ടാമത്തേത് ടെലഫോൺ കോൺവെർസേഷൻസ് ആർ യുണീക്ക് സിൻസ് കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് എക്സ്ക്ലൂസീവ്ലി ത്രൂ വെർബൽ ക്യൂസ്. It is important to give the right message and hence words have to be picked carefully, especially if it is a telephonic interview or a message to your clients. Tone of your voice has to be clear as well. ഒരു ടെലിഫോൺ കോൺവെർസേഷനകത്ത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് പ്യുവർലി വെർബൽ ക്യൂസിൻ്റെ ബേസിലാണ്. അതായത് സ്പോക്കൺ വേർഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു മെസ്സേജ് ടെലിഫോൺ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴേക്കും വാക്കുകൾ വളരെ വ്യക്തതയോടെ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ പിക്ക് ചെയ്യുക. മാത്രമല്ല അതൊരു ടെലിഫോണിക് ഇൻ്റർവ്യൂ ആണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് നമ്മൾ സംസാരിക്കുക. ഇനി നിങ്ങളുടെ ക്ലയൻസിനോട് അതൊരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടോ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടോ ക്ലയൻസിനോട് സംസാരിക്കുകയാണെങ്കിലും വളരെ വ്യക്തമായിട്ട് ഓർത്ത് സംസാരിക്കുക. നമ്മുടെ ജസ്റ്റേഴ്സും പോസ്റ്റേഴ്സും നമുക്ക് റിസീവറിന് കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ പറയുന്ന സംസാരത്തിലെ ഓരോ ടോണും നമ്മുടെ ആറ്റിറ്റ്യൂഡും ഇമോഷനും വ്യക്തമായിട്ട് അതിനകത്ത് കൺവേ ചെയ്യും. അതുകൊണ്ട് തന്നെ ടെലിഫോൺ കോൺവെർസേഷനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടോൺ അത് വളരെ ക്ലിയർ ആയിരിക്കണം. അതുപോലെ വളരെ പൊളൈറ്റായിട്ടും പോസിറ്റീവായിട്ടും സംസാരിക്കുക. നമ്പർ 3, മൂന്നാമത്തെ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമാണ് പോഡ്കാസ്റ്റിംഗ്. പോഡ്കാസ്റ്റിംഗ് ഈസ് എ പോർട്ട്മാൻറ്റോ വേർഡ് ഓഫ് ഐപോഡ് ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. It is an audio or video broadcast that is distributed over the internet. ഇപ്പോൾ പോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു പോർട്ട്മാൻറ്റോ വേർഡാണ്. ഐപോഡ്, ബ്രോഡ്കാസ്റ്റിംഗ് എന്ന ഈ രണ്ട് വേർഡ്സിൻ്റെയും ഒരു പോർട്ട്മാൻറ്റോ വേർഡാണ് പോഡ്കാസ്റ്റിംഗ്. ഇതെന്ന് പറയുന്നത് ഒരു ഓഡിയോ ബ്രോഡ്കാസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു വീഡിയോ ബ്രോഡ്കാസ്റ്റ് ആയിരിക്കാം. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റാണ്. It usually has a format similar to a radio or television show. ഒരു ടെലിവിഷൻ റേഡിയോ ഷോ നടക്കുന്ന അതേ ഒരു ഫോർമാറ്റിലാണ് ഒരു പോഡ്കാസ്റ്റ് അവതരിപ്പിക്കുന്നത്. Since only a few pieces of equipment are required to record a podcast and the internet is used as the distribution medium, it is easy for anyone to create and distribute thoughts and opinions to the world.
ഇതിന് വളരെ കുറച്ച് എക്യുപ്മെൻറ്റ്സ് മാത്രമേ റെക്കോർഡ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളൂ. അതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മീഡിയം ഇൻ്റർനെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ലോകത്തോട് നമ്മുടെ ചിന്തകളും അഭിപ്രായങ്ങളും പറയാനായിട്ട് സാധിക്കും. The podcast has to sound natural and one has to use a conversational tone for the podcast to sound interesting. Keep it concise and flexible. Okay. മാത്രമല്ല ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് അത് വളരെ നാച്ചുറലായിട്ട് ഫീൽ ചെയ്യണം. മാത്രമല്ല അതൊരു കോൺവെർസേഷണൽ ടോൺ ഉപയോഗിക്കുക. തീരെ ഫോർമലായിട്ടുള്ള സംസാരമാക്കാതെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കോൺവെർസേഷണൽ ആയിട്ടുള്ള ഒരു ടോൺ ഉപയോഗിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഹിയർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ ഷോ ഔട്ട്ലൈൻ. ഒരു എക്സാമ്പിൾ, ഒരു പോഡ്കാസ്റ്റിൻ്റെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അതായത് സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത് എ ക്വിക്ക് മ്യൂസിക്കൽ ജിംഗിൾ. അപ്പോൾ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു ബിറ്റ് ഓഫ് മ്യൂസിക് ആയിരിക്കും, ഒരു മ്യൂസിക്കൽ ജിംഗിളായിരിക്കും അതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇൻട്രൊഡക്ഷനാണ്. ആ ഇൻട്രൊഡക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എ മോണോലോഗ് സ്റ്റൈൽ ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ പോഡ്കാസ്റ്റ് ആൻഡ് വാട്ട് യു ഇൻറ്റെൻഡ് ടു ടോക്ക് അബൌട്ട് ഓൺ യുവർ ഷോ. അതൊരു ഇൻട്രൊഡക്ഷൻ സെക്ഷനാണ്. ഹോസ്റ്റ് ഉണ്ടായിരിക്കും. ആ ഹോസ്റ്റ് ആ പ്രോഗ്രാമിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. മാത്രമല്ല അവിടെ ഗസ്റ്റ് വരും, അപ്പോൾ ആ ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അവിടുന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനും ആ പോഡ്കാസ്റ്റിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്സും മാത്രമല്ല വരുന്ന ഗസ്റ്റിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് അതിനകത്ത് കൊടുക്കുന്നത്. ദെൻ ഇൻ്റർലൂഡ് കുഡ് ബി മ്യൂസിക്കൽ ഓർ എ സൗണ്ട് എഫക്റ്റ്. ഇൻ്റർലൂഡ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഓപ്പണിങ്ങിൽ കൊടുത്തൊരു മ്യൂസിക്കൽ ജിംഗിളാണ്. അതുപോലൊരു മ്യൂസിക്കൽ ബിറ്റായിരിക്കാം, അത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇൻ്റർലൂഡായിരിക്കാം. നെക്സ്റ്റ് ടോപ്പിക് 1 ടോക്ക് ഫോർ അബൌട്ട് 3 minutes. ഇനി ടോപ്പിക്സ് ആണ് വരുന്നത്. ഈ ടോപ്പിക്സ് എന്ന് പറയുന്നത് അവിടെ വന്നിരിക്കുന്ന ഓരോ ഗസ്റ്റുകളുമായിരിക്കും ഒരു ടോപ്പിക്ക് സംസാരിക്കുന്നത്. മിക്കവാറും ഒരു ടോപ്പിക്കിൻ്റെ തന്നെ പല പല സൈഡുകളെ കുറിച്ചായിരിക്കും ഓരോരുത്തരും ഓരോ ടോപ്പിക് 1, 2, 3 എന്ന് പറയുന്നതിനകത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ടോപ്പിക് 1 എന്ന് പറയുന്നത് ഒരു 3 minute വരുന്ന ഒരു ടോക്കായിരിക്കും. അത് ഒന്നാമത്തെ ഗസ്റ്റ് ആയിരിക്കും അത് ചെയ്യുന്നത്. വീണ്ടും ഒരു ഇൻ്റർലൂഡാണ്. ആ ഇൻ്റർലൂഡ് എന്ന് പറയുന്നത് കൈകാര്യം ചെയ്യുന്നത് ഹോസ്റ്റാണ്. ഇടയ്ക്ക് ചിലപ്പോൾ മ്യൂസിക്കൽ ജിംഗിൾസ് വരാം, അല്ലെങ്കിൽ ഫസ്റ്റ് ടോക്ക് ചെയ്ത ആളിന് ഒരു താങ്ക്സ് പറയുന്നൊരു ഭാഗം, അതുപോലെ രണ്ടാമത്തെ ടോക്കിന് വേണ്ടിയിട്ട് അടുത്ത ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യുന്നൊരു ഭാഗമാണ് ഇൻ്റർലൂഡ് എന്ന് പറയുന്നത്. വീണ്ടും ടോപ്പിക് 2, അവിടെയും അടുത്ത ഗസ്റ്റ് 3 minute ടോപ്പിക്ക് കൈകാര്യം ചെയ്യുന്നു, ഒരു ചെറിയ ടോക്ക് കൊടുക്കുന്നു. വീണ്ടും ഇൻ്റർലൂഡാണ്. ആ രണ്ടാമത്തെ ഗസ്റ്റിന് താങ്ക്സ് പറയുന്നു, അല്ലെങ്കിൽ അടുത്ത ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. പിന്നെ അതിനിടയിലൊരു മ്യൂസിക്കൽ സൗണ്ടും ഉണ്ടാകാം. ദെൻ ടോപ്പിക് 3 വീണ്ടും ഒരു ടോക്കാണ്. ഏറ്റവും ലാസ്റ്റായിട്ട് ഹോസ്റ്റിൻ്റെ ക്ലോസിംഗ് റിമാർക്സ്, താങ്ക് ദ ഓഡിയൻസ്, ഗസ് വാട്ട് വിൽ ബി ഓൺ ദി നെക്സ്റ്റ് ഷോ. ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുന്നത് ക്ലോസിങ്ങിൽ വരുന്നത് ഹോസ്റ്റ് ഓഡിയൻസിന് താങ്ക്സ് പറയുന്നു, ഗസ്റ്റിന് താങ്ക്സ് പറയുന്നു, നെക്സ്റ്റ് ഷോയിൽ എന്തായിരിക്കും എന്നതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് ക്ലോസിംഗ് മ്യൂസിക്കൽ ജിംഗിൾ. അതൊരു പാട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ ജിംഗിളായിരിക്കും. ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഒരു പോഡ്കാസ്റ്റിൻ്റെ ഔട്ട്ലൈൻ ഇത്രയുമാണ്. ഓക്കെ, അപ്പോൾ 3 പ്ലാറ്റ്ഫോംസിനെ കുറിച്ച് പറഞ്ഞു. ഇനി 4ാമത്തേതിലേക്ക് പോകാം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള 4ാമത്തെ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമാണ് ആങ്കറിങ്. ആങ്കറിങ് ഈസ് എ ചലഞ്ചിങ് ജോബ് ദാറ്റ് റിക്വയർസ് എ സെറ്റ് ഓഫ് സ്കിൽസ് ദാറ്റ് ക്യാൻ ബി ഡെവലപ്ഡ് ത്രൂ പെർഫെക്റ്റിംഗ് വൺസ് സ്പീക്കിംഗ് സ്കിൽസ്. ആങ്കറിങ് എന്നത് ഒരു ചലഞ്ചിങ് ആയ ഒരു ജോബ് തന്നെയാണ്. അതിനകത്ത് ഒരുപാട് സ്കിൽസിൻ്റെ ആവശ്യമായിട്ടുണ്ട്. പ്രത്യേകിച്ചും സ്പീക്കിംഗ് സ്കിൽ, വളരെ പെർഫെക്റ്റ് ആയ ഒരു സ്പീക്കിംഗ് സ്കിൽ ആവശ്യമാണ്. ആങ്കർ ഈസ് എ പേഴ്സൺ ഹു ഹോസ്റ്റ് എ ഷോ ഓർ എ പ്രോഗ്രാം വിച്ച് ക്യാൻ ബി ഓൺ ദ റേഡിയോ, ഓൺ ടെലിവിഷൻ ഓർ ആസ് പാർട്ട് ഓഫ് എ ലൈവ് സ്റ്റേജ് ഷോ. ആങ്കർ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ആളാണ്. അതൊരു റേഡിയോ പ്രോഗ്രാം ആയിരിക്കാം, ഒരു ടെലിവിഷൻ പ്രോഗ്രാം ആയിരിക്കാം, അതല്ല എങ്കിൽ ഒരു ലൈവ് സ്റ്റേജ് ഷോ ആയിരിക്കാം. An anchor has to have excellent language competency, has to learn the details of the program that she is anchoring and a script that will help her in command throughout the show. ഒരു ആങ്കർ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് കോമ്പിറ്റൻസി ഉണ്ടായിരിക്കണം. മാത്രമല്ല ആ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ ഒരു സ്ക്രിപ്റ്റ്, ആ പ്രോഗ്രാം നടക്കാൻ പോകുന്ന പ്രോഗ്രാമിൻ്റെ ഒരു സ്ക്രിപ്റ്റ് കൃത്യമായിട്ടും കയ്യിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു കമാൻഡ് കയ്യിൽ നിൽക്കുകയുള്ളൂ. An anchor can also be called the host or hostess.
ദ കോമ്പയർ ഓർ ദ MC ഓർ മാസ്റ്റർ ഓഫ് സെറമണീസ്. ഇങ്ങനെ പല പേരുകളിൽ ആങ്കറിനെ പറയുന്നുണ്ട്. ഇത് ഒരു മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടെയാണ്. an anchor can also be called the host or hostess, the conveyor or the MC or master of ceremonies. ഇതിൽ ഏതെങ്കിലും ഒരു പേരിലും ആങ്കറിനെ നമുക്ക് വിളിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് സ്പീക്കിംഗ് സ്കിൽ എന്ന മോഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാവുന്ന കാര്യങ്ങളാണ് ഇതിനകത്തും പറയുന്നത്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.